നമസ്തേ, മുഹൂർത്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രാവശ്യത്തെ വ്യാഴത്തിന്റെ മാറ്റമാണ് നമ്മളിവിടെ പറയുന്നത്. 2026 ജൂൺ മാസം 1-ാം തീയതിയാണ് വ്യാഴത്തിന്റെ മാറ്റം വരുന്നത്. അപ്പോൾ ഓരോ രാശിക്കാർക്കും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഇപ്പോൾ പറയുന്നത് കർക്കിടകക്കൂറിലുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ടാണ്. അപ്പൊ 1201 ആണ്ട് ഇടവം മാസം 18-ന് ജൂൺ 1-ാം തീയതിയായിട്ടാണ് വ്യാഴത്തിന്റെ മാറ്റം. കഴിഞ്ഞൊരു വർഷം നമുക്ക് വ്യാഴം കർക്കിടകത്തിലേക്കും മിഥുനത്തിലേക്കും മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രാവശ്യം നമുക്ക് കർക്കിടകത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കർക്കിടക രാശിയിൽ വരുമ്പോൾ അവിടെയാണ് നമുക്ക് പുണർത്തത്തിന്റെ കാലവും പൂയവും ആയില്യവും നക്ഷത്രവും കൂടുന്ന രാശിയാണ് കർക്കിടകം. അപ്പൊ ആ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല രാശിയിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. ആ വ്യാഴത്തിന്റെ ഉച്ചരാശിയാണത്. അപ്പൊ വ്യാഴത്തിന് ഉച്ചരാശി ആയതുകൊണ്ടും ആ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ല ഫലങ്ങളാണ് ഈ പ്രാവശ്യം കിട്ടുന്നത്. അവരുടെ ശനീശ്വരനാണെങ്കിൽ 9-ലാണ് നിൽക്കുന്നത്, വ്യാഴ ലഗ്നത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്ത് കാര്യങ്ങൾക്കും തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വർഷം നമുക്ക് പറ്റും. 2026 ജൂൺ 1-ാം തീയതി മുതൽ നമുക്ക് നല്ലൊരു മാറ്റങ്ങൾ വരും. സാമ്പത്തികമായിട്ടും നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടേതായ കുറെ കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ പുതിയൊരു സ്ഥലത്തിന്റെ കാര്യമോ അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് എന്തൊരു കാര്യത്തിലായാലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യങ്ങളാണ്. മുടങ്ങിക്കിടക്കുന്ന കുറേ കാര്യങ്ങൾ മുന്നിലേക്ക് വരാനും അതുപോലെ തന്നെ വ്യാഴം ഈശ്വരകാരകത്വം നിറഞ്ഞു നിൽക്കുന്ന കർക്കിടക രാശിയിലായതുകൊണ്ട് നമ്മൾ എവിടെ പോകുമ്പോഴും നമുക്കൊരു സ്ഥാനമാനങ്ങൾ കിട്ടാനൊക്കെ ആയിട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് പറ്റും. ഗവൺമെന്റ് ജോലിക്കാരൊക്കെ ആണെങ്കിൽ നല്ല ഉയർന്ന പ്രൊമോഷൻ കിട്ടാനും പിന്നെ അല്ലെങ്കിൽ ഉയർന്ന പോസ്റ്റിലേക്ക് നമ്മൾ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടാനൊക്കെ ഈ ഒരു വർഷം ഈ ഒരു സമയം തുടങ്ങി നമുക്ക് ഈ വർഷത്തിൽ പ്രതീക്ഷിക്കാം. അതുപോലെ ഈ ആയില്യ നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിലായിരുന്നു രാഹു. അഷ്ടമത്തിലെ രാഹു ആണെങ്കിൽ പോലും നമുക്കൊരു മാറ്റാണ്. പിന്നെ ലഗ്നാധിപതി ശനീശ്വരനെ നോക്കുന്നുണ്ട്. ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം ശനിയായിട്ട് 9-ലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുതരും. ഭാഗ്യങ്ങളാണ്. 9-ാം ഭാവം നമ്മുടെ ഭാഗ്യഭാവമാണ്. ആ ഭാഗ്യഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് ആ രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സമയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് നമ്മുടെ കർമ്മരംഗങ്ങൾ ഏറ്റവും നന്നായിട്ട് എടുക്കുക. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാൻ മുന്നോട്ട് പോയാൽ ഈ പ്രാവശ്യം ശരിയാവും എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. കർമ്മത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക. അവിടെ കർമ്മം നന്നായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനിയാണ്. ശനി 9-ലുണ്ട്. കർമ്മത്തിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഈശ്വരനും കൂടിയാണ് ശനീശ്വരൻ. അപ്പോൾ അത് നന്നായിട്ട് ചെയ്യാം. ലഗ്നത്തില് നിൽക്കുന്ന അതായത് ആ രാശിയിൽ നിൽക്കുന്ന വ്യാഴവും നമുക്ക് സപ്പോർട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രതിസന്ധികളും മാറിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വർഷം നമുക്ക് നന്നായിട്ട്, കുട്ടികളാണെങ്കിലും വിദേശത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അതിനൊരു നല്ലതാണ് വരുന്നത്. അപ്പൊ പൊതുവെ കർക്കിടക രാശിയില് വ്യാഴം നിന്ന ഏറ്റവും നല്ലത്. പിന്നെ രോഗാവസ്ഥകളെ പറയുന്നുണ്ട്. അപ്പൊ കർക്കിടക രാശിയിൽ രാഹു ആണല്ലോ അഷ്ടമത്തില്. അപ്പൊ ഈ രോഗങ്ങളെ ഉള്ളവർക്കാണെങ്കിൽ ആ രോഗത്തില് ഇത്തിരി കുറവ് അനുഭവപ്പെടാനൊക്കെ ആയിട്ട് സാധിക്കും. രോഗാവസ്ഥകള് അഷ്ടമത്തിൽ രാഹു നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് കുഞ്ഞു രോഗങ്ങളൊക്കെ ഉണ്ടാവും. സ്കിന്നിൽ രോഗമുണ്ട്. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഈ സമയത്ത് ചികിത്സിച്ചാല് പെട്ടെന്ന് അത് സുഖപ്പെടാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാവശ്യം ഈ 2026 ജൂൺ മാസം 1-ാം തീയതി മുതൽ നിങ്ങൾക്ക് നല്ല എന്ത് വൈദ്യവും നിങ്ങൾക്ക് സ്വീകരിച്ച് അത് ശരീരത്തിൽ ഫലിക്കാനും നല്ല ഈശ്വരാധീനമുള്ളൊരു സമയമായിട്ടാണ് കർക്കിടക രാശിക്കാർക്ക് ഈ വ്യാഴം മാറ്റത്തിലൂടെ വരുന്നത്.